കൂടുതലൊന്നും തന്നെ ആ സിനിമയെ കുറിച്ച് പറയാനില്ല. കാരണം അത്രയും മോശമായിരുന്നു. സെക്കൻഡ് പാർട്ട് എടുത്തു വെറുപ്പിച്ച മലയാളത്തിലെ കുറച്ച് സിനിമകൾ. ബ്ലോക്ക് ബസ്റ്റർ വിജയമായ ഓഗസ്റ്റ് 1 വർഷങ്ങൾക്കിപ്പുറം അതിൻ്റെ രണ്ടാം ഭാഗം ഇറക്കി ഓഗസ്റ്റ് 15 എന്ന പേരിൽ ഒരു അപരാധം തന്നെ എടുത്തു വെച്ചു സംവിധായകൻ ഷാജി കൈലാസ്. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടി പറഞ്ഞ ഏറ്റവും മികച്ച സിനിമയാണ് കിലുക്കം. വർഷങ്ങൾക്കിപ്പുറം കിലുക്കം കിലുകിലുക്കം എന്ന പേരിൽ മറ്റൊരു അപരാധം എടുത്തു വെക്കുകയാണ് സംവിധായകൻ ചെയ്തത്. നമ്മളെല്ലാം ഒരുപാട് ചിരിപ്പിച്ച പ്രാഞ്ചിറാവ് സ്പീക്കിംഗ് ആയാലും മാന്നാർമത്തായി സ്പീക്കിംഗ് ആയാലും അതിൻ്റെയും രണ്ടാം പാർട്ട് ഇറക്കി മാന്നാർമത്തായി സ്പീക്കിംഗ് 2. കൂടുതലൊന്നും തന്നെ ആ സിനിമയെ കുറിച്ച് പറയാനില്ല. കാരണം അത്രയും മോശമായിരുന്നു. ആസി സാമ്രാട്ടുകൾ എല്ലാവരും അഭിനയിച്ച സിനിമയാണ് ജൂനിയർ മാൻഡ്രേക്ക്. സീനിയർ മാൻഡ്രേക്ക് എന്ന പേരിൽ മറ്റൊരു കാട്ടപരാധം എടുത്തു വെച്ചു. സംവിധായകൻ ജോമോൻ്റെ ഏറ്റവും മികച്ച സിനിമയാണ് സാമ്രാജ്യം. വർഷങ്ങൾക്കിപ്പുറം സാമ്രാജ്യം 2 സൺ ഓഫ് അലക്സാണ്ടർ എന്ന പേരിൽ ഉണ്ണിമുകുന്ദൻ നായകനായി അഭിനയിച്ച സിനിമ. കൂടുതൽ എന്ത് പറയാനാണ്. മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് ജോസഫ് അലക്സ് തേവള്ളിപ്പറമ്പിൽ എന്ന കഥാപാത്രം. സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ ഭരചന്ദ്രൻ IPSനെയും നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഈ രണ്ട് കഥാപാത്രങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ദി കിങ് ആൻഡ് ദ കമ്മീഷണർ എന്ന പേരിൽ ഒരു കച്ചറ സിനിമ എടുത്തു വെച്ചു സംവിധായകൻ. ഇതേപോലെ രണ്ടാം ഭാഗം എടുത്ത് കുളമാക്കിയ ഒരുപാട് സിനിമകളുണ്ട്. നിങ്ങളുടെ അറിവിലെ സിനിമകൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.